സ്റ്റാർട്ടായി ഹലോ ഫ്രണ്ട്സ്, അപ്പോ ഇന്നൊരു സൺഡേ ആണ്. അപ്പൊ ഇന്ന് തീർത്തുവിന്റെ ഓഫീസിൽ നിന്ന് എല്ലാവരും ഒരു ട്രിപ്പ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഫാമിലിനെയും കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് ആലപ്പുഴയ്ക്കാണ് പോണത്. ആലപ്പുഴ ഹൗസ് ബോട്ടിലാണ് ഇന്നത്തെ പരിപാടി മൊത്തം. അപ്പൊ ഇന്ന് കാലത്ത് 8 മണിയാകുമ്പോൾ പോയിട്ട് വൈകുന്നേരം ഒരു 8 മണി നമ്മൾ തിരിച്ചു വരും. ഇവിടെ നിന്ന് ട്രാവലറിലാണ് പോണേ. അപ്പോൾ ബാക്കി കാഴ്ചകൾ കാണാം. ഞങ്ങൾ തീർത്തുവിന്റെ ഓഫീസിന്റെ അവിടേക്ക് നടക്കണം. അവിടെയാണ് വണ്ടി വരാം. താമസിക്കാനോട് കുറച്ചുള്ളൂ, ഇതുകൊണ്ട് നടക്കാനുള്ളൂ. ഈ ട്രാവലറിലാണ് ഞങ്ങൾ പോകുന്നത്. പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തീർത്തും ജോഷിനെയൊക്കെ കൂടി ഡാൻസ് കളിക്കാൻ തുടങ്ങി. അങ്ങനെ ഓടി ഓടി ഞങ്ങൾ അവിടെ എത്തി. ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ടിന്റെ പേര്, അമൃതം. ഈ ബോട്ടിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇതാണ് ബോട്ട് സ്റ്റാർട്ടാക്കുന്ന സ്വിച്ച്. ഇത് ഇതിന്റെ അടുക്കള വശത്താണ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. ഈ ബോട്ടിൽ താഴെയും മുകളിലുമായി 2 ബെഡ്റൂമാണ് ഉള്ളത്, വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. ഇതാണ് ഞങ്ങളുടെ കപ്പിത്താൻ. ഇവിടുന്ന് സ്റ്റാർട്ടായിട്ട് വേമ്പനാട്ട് കായൽ ചുറ്റി വൈകുന്നേരം 4 മണി ആകുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ചെത്തും. അതാണ് ഇന്നത്തെ പ്ലാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ കള്ള് വന്നു വിത്ത് ടച്ചിങ്സ്. നല്ല അടിപൊളി ബീഫും താറാവും ഉപ്പാസും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് നിർത്തി. ഇവിടുന്ന് മീൻ വാങ്ങി നമുക്ക് ബോട്ടിൽ കൊണ്ടുപോയി കുക്ക് ചെയ്യാം. എനിക്ക് വയറിലായി കിച്ചണിൽ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡിന്റെ പ്രിപ്പറേഷനിലാണ്. മീനും കൊഞ്ചും ഒക്കെ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വേമ്പനാട്ട് കായലിലേക്ക് കടക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കായലും ഭാരതത്തിലെ ഏറ്റവും നീളം കൂടിയ തടാകവുമാണ് വേമ്പനാട്ട് കായൽ. ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലായി പരന്നു കിടക്കുന്ന വേമ്പനാടിന്റെ വിസ്തീർണം 1512 ചതുരശ്ര കിലോമീറ്റർ ആണ്. പടത്തോട്ടോ അത് കഴിഞ്ഞ് ഓരോരുത്തരായി കലാപ്രകടനം കാഴ്ചവെക്കാൻ തുടങ്ങി. ജോഷ്നിയുടെ മോണാക്ട്, നിഖിൽ ചേട്ടന്റെ പാട്ട്, തീർത്തുന്റെ പാട്ട്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു.
ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ കയറി. സ്പീഡ് ബോട്ടിൽ ഒരാൾക്ക് ചാർജ് വരുന്നത് 200 രൂപയാണ്. ഒടുക്കത്തെ സ്പീഡ്. എനിക്ക് ഇതിൽ കയറിയപ്പോൾ എനിക്ക് GTA വൈസ് സിറ്റി ആണ് ഓർമ്മ വന്നത്. ബാഗിൽ എടുത്തിട്ടുണ്ട്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. എന്തായാലും അത് 200 റുപ്പീസിന് അത് ഭയങ്കര വർത്താണ് കേട്ടോ. നല്ല അടിപൊളി അടിപൊളി ബോട്ടിംഗ് ആയിരുന്നു. ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ലഞ്ച് റെഡിയായി. കരിമീനും കൊഞ്ചും ചിക്കനും അങ്ങനെ എല്ലാം ഉള്ളൊരു വിഭവസമൃദ്ധമായ ഒരു ലഞ്ച്. ആഹാ. മീൻ കറി കഴിക്കണം. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര ടയേർഡായി. കുറെ പേരൊക്കെ കിടന്ന് ഉറങ്ങി. അങ്ങനെ കുറെ നേരം കൊണ്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ യാത്ര തിരിച്ചു.